കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഓരോ ദിവസവും ദൈവവചനത്തിന് മുമ്പിലിരിക്കാൻ പറ്റുന്ന എത്ര വലിയൊരു സന്തോഷമാണ്. ഇന്നും നമ്മൾ ദൈവവചനം പഠിക്കാൻ പോകുകയാണ്, ഗ്രഹിക്കാൻ പോകുകയാണ്. നമ്മളുടെ ഈ ദൈവവചനം കേൾക്കുക മാത്രമല്ല, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന വചനം മാത്രമല്ല, ഒരു കാര്യത്തിലുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താ, ദൈവത്തിൻ്റെ ഹിതം എന്താ എന്ന് നമ്മൾ അറിയണം. ചില വിചാരിക്കാറുണ്ട് ഈ രോഗത്തിലൊക്കെ ആയവർ ഈ രോഗത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നതായിരിക്കും ദൈവഹിതം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലോ കടഭാരത്തിലോ ഒക്കെ ആണെങ്കിൽ ഇത് ദൈവം തന്നതായിരിക്കും, എന്നെ ഒരു പരിശോധനയിലൂടെ നടത്തുകയായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം അതങ്ങനെ ആണോ അല്ലയോ എന്ന് എവിടുന്നോ ആരോ പറഞ്ഞു കേട്ട വാക്കുകൾ അവരിലിങ്ങനെ നിൽക്കുക. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവം അങ്ങനെയാണോ ചിന്തിച്ചിരിക്കുന്നത്? ദൈവം തന്നതാണോ? ഞാനിത് ചുമക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രശ്നങ്ങൾ ഞാൻ ചുമക്കണോ? അതിനെക്കുറിച്ച് ദൈവം പറയട്ടെ, ദൈവവചനം പറയട്ടെ. ദൈവവചനം നമ്മളെ ധൈര്യപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ഒത്തിരി തെറ്റിദ്ധാരണകളെ മാറ്റുകയും ചെയ്യും. ഇന്ന് നമ്മൾ അതുപോലെ ഒരു ദൈവവചന പഠനത്തിലേക്ക് വരിക. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ ദൈവവചന പഠനം നമ്മുടെ ഒത്തിരി തെറ്റിദ്ധാരണകളെ മാറ്റും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വചനം ഇതാണ്: രോഗം, സൗഖ്യം, ആരോഗ്യം. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ്, രോഗം, സൗഖ്യം, ആരോഗ്യം. ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ശാരീരിക രോഗത്തെയും സൗഖ്യത്തെയും കുറിച്ച്. അതിന് മാത്രം സാധാരണ രോഗം എന്ന് നമ്മൾ ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഒരു ബിസിനസ് വീക്കായിട്ട് കിടക്കുകയാണെങ്കിൽ, നഷ്ടത്തിലാണെങ്കിൽ രോഗാതുരമായി എന്ന് ഭാഷ തന്നെ പറയാറുണ്ട്. അപ്പോൾ രോഗം അഥവാ സിക്നെസ് എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല, വേണ്ടി ഒരു പ്രൊഡക്റ്റീവ്നെസ് അതിനില്ല, അത് വർദ്ധിക്കുന്നില്ല, അത് ക്ഷീണിക്കുക. അത് ഏത് കാര്യത്തിലായിക്കോട്ടെ, അത് ആത്മീയത്തിലാകാം, അതല്ലെങ്കിൽ ഭൗതികത്തിലാകാം, നമ്മളുടെ ഏത് ചുറ്റുപാടിലും, കുടുംബജീവിതത്തിലാകാം, വീട്ടിലാകാം, എവിടെയായാലും ഈ മൂന്നവസ്ഥയുണ്ട്. ഒന്ന് രോഗം, രണ്ട് സൗഖ്യം, മൂന്ന് ആരോഗ്യം. ഇന്നത്തെ നമ്മുടെ പഠനത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്: രോഗം, സൗഖ്യം, ആരോഗ്യം. ആത്മീയത്തിൽ, ഭൗതികത്തിൽ, ശരീരത്തിൽ. ഒരു വേദഭാഗം ഞാനൊന്ന് വായിക്കാം. വളരെ എല്ലാവർക്കും അറിയാവുന്നൊരു വേദഭാഗമാണ്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതലാണ്. പത്രോസും യോഹന്നാനും പെന്തക്കോസ്ത് നാളിൽ ആദ്യം യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്ത ശേഷം കാത്തിരുന്ന ശിഷ്യന്മാരുടെ മേൽ യേശു തൻ്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു. യേശു മുന്നമേ പറഞ്ഞു, നിങ്ങൾ കടന്നു പോകണം, എൻ്റെ സാക്ഷികളാകണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. നിങ്ങളെവിടെ എൻ്റെ വചനം പറയുമോ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആ വചനത്തെ ഞാൻ ഉറപ്പിക്കും. അങ്ങനെ ആത്മശക്തിയിൽ പത്രോസും യോഹന്നാനും ഒന്നിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് ഇതാ ഒരു മുടന്തൻ ഇരിക്കുന്നു. ആ മുടന്തനെ സൗഖ്യമാക്കുന്നു. ആ സംഭവം ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ന്റെ ആദ്യം മുതൽ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്ന കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടി അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. എന്തൊരു അത്ഭുതകരമായ ഒരു സംഭവം അവിടെ സംഭവിച്ചു. എന്നാൽ ഈ വ്യക്തിയുടെ മുമ്പിലത്തെ അവസ്ഥ ശ്രദ്ധിക്കുക. രണ്ട് കാര്യം മറക്കരുത്. ഒന്ന്, ചിലർ അവനെ ചുമന്നുകൊണ്ട് വന്നു. രണ്ട്, അവൻ മറ്റുള്ളവരോട് പിച്ച തണ്ടിക്കൊണ്ടിരുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ പഠിക്കുന്നത് ഇതാണ്: രോഗം, സൗഖ്യം, ആരോഗ്യം. രോഗമെന്ന് പറഞ്ഞാൽ കേവലം ശരീരത്തിനുണ്ടാകുന്ന രോഗം മാത്രമല്ല, ആത്മീയത്തിൽ രോഗിയാകാം,
ശാരീരിക ആരോഗ്യത്തിൽ രോഗിയാകാം, സാമ്പത്തികത്തിൽ രോഗിയാകാം, കുടുംബ ബന്ധങ്ങളിൽ രോഗിയാകാം, ഒരു ബിസിനസ് രോഗാതുരമാകാം, എന്തിന് ഒരു വ്യക്തിയുടെ ശുശ്രൂഷ പോലും ആരോഗ്യമില്ലാത്ത അവസ്ഥയാകാം. അപ്പം അനാരോഗ്യം അഥവാ രോഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏത് ഏറിയായും കയറി സ്പർശിക്കുന്നതാണ്. അത് വെച്ചുകൊണ്ട് വേണം ഈ സംഭവത്തെ നമ്മൾ പഠിക്കാൻ. ഇവിടെ നമ്മൾ കാണുന്ന ശാരീരികത്തിൽ വൈകല്യമുള്ളൊരു വ്യക്തിയെക്കുറിച്ച്, ഒരു രോഗിയെക്കുറിച്ച്. ഈ വ്യക്തി ഒന്ന് മറ്റുള്ളവരാൽ ചുമക്കപ്പെടുകയാണ്, രണ്ട് മറ്റുള്ളവരോട് ചോദിക്കുകയാണ്. അപ്പം രോഗ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമാകുന്ന അവസ്ഥ, മറ്റുള്ളവർ എന്നെ ചുമക്കേണ്ടി വരുന്ന അവസ്ഥ, എനിക്കെൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥ, അതാണ് രോഗം. എന്നാൽ സൗഖ്യമെന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു, സ്വന്തം കാലേ നടന്നു. മറ്റൊരിക്കൽ നമ്മൾ കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷയിൽ തന്നെ കാണുന്നുണ്ട്, ബർത്തിമായി എന്ന് പറയുന്ന ഒരു കുരുടൻ ഭിക്ഷയാചിച്ചുകൊണ്ട് വഴിയരികെയിരിക്കുകയായിരുന്നു. യേശു നടന്നു പോകുന്നത് അറിഞ്ഞിട്ട് അവനിങ്ങനെ വിളിച്ചു, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ. ശിഷ്യന്മാർ പോയി അവനെ വിലക്കി. എന്നാൽ കർത്താവ് പറഞ്ഞ് അവനെ എൻ്റെ അടുക്കൽ വരാൻ വിടാൻ പറഞ്ഞു. നമ്മളിങ്ങനെ വായിക്കുന്നവൻ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടി. വാസ്തവത്തിൽ ഈ പുതപ്പ് അന്നത്തെ കാലത്ത് പരസ്യസ്ഥലത്തിരുന്ന് ഭിക്ഷയാചിക്കുന്നവർക്ക് നമ്മുടെ മുനിസിപ്പാലിറ്റി പോലുള്ള ഗവൺമെൻറ് ബോഡി കൊടുക്കുന്ന ഒരു ഒരു പരസ്യമായി ഭിക്ഷയാചിക്കാനുള്ള അംഗീകാരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുമാകട്ടെ, തൻ്റെ പുതപ്പും തൻ്റെ കയ്യിലെ ചിരട്ടയും ഭിക്ഷം യാചിക്കുന്ന പാത്രവും ഭിക്ഷപാത്രവും എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇനി എനിക്കിത് വേണ്ട, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും എന്ന നിലയിൽ താൻ ഓടുന്നു. യേശു അവനെ സൗഖ്യമാക്കുകയാണ്. സൗഖ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റും, ഇനി ഞാൻ വേറെ ആർക്കും ഭാരമല്ല. മൂന്നാമത്തേതാണ് ആരോഗ്യം. ആരോഗ്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ വായിച്ച അപ്പോസ്തലപ്രവൃത്തി 3 വായിച്ച ഈ മുടന്തനെ പിന്നെ നമ്മൾ താഴ്ത്ത് വായിക്കുമ്പോൾ അവൻ അപ്പോസ്തലന്മാരോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്, അഥവാ താൻ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, രോഗം, സൗഖ്യം, ആരോഗ്യമെന്ന് പറഞ്ഞാൽ രോഗിയായിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാകുന്നു. സൗഖ്യമാകുക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ വേറെ ആർക്കും ഭാരമല്ല, എൻ്റെ കാര്യത്തിന് ഞാൻ മതിയായി. 3 ആരോഗ്യത്തിലാകുക എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെയും കൂടെ അനുഗ്രഹിക്കുന്നൊരു വ്യക്തിയായി തീർന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, 4 പേർ ചേർന്ന് ഒരിക്കലൊരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. അവർ ആ പുരപ്പുറത്തേക്ക് ഇയാളെ വലിച്ചു കയറ്റിയിട്ട് മേൽപ്പുര പൊളിച്ച് യേശു നിന്ന സ്ഥലത്തേക്ക് ഈ പക്ഷപാത രോഗിയെ ഇറക്കുകയാണ്. അവർക്ക് ആരോഗ്യമില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ രോഗിയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് എപ്പോഴും ഭാരമായിരിക്കും. എന്നാൽ സൗഖ്യമായാൽ ഇനി നമ്മളെക്കൊണ്ട് ഭാരമില്ല. എന്നാൽ ആരോഗ്യത്തിലായാലോ മറ്റൊരു രോഗിയെ ചുമന്നുകൊണ്ട് പോകാൻ പറ്റും. ഇത് നമ്മുടെ എല്ലാ മേഖലകളിലും ഈ 3 കാര്യമുണ്ട്. യേശുക്രിസ്തു വന്നത് ഹെൽത്തി ആത്മീയ ജീവിതം തരുവാൻ, ഒരു ഹെൽത്തി കുടുംബ ബന്ധം തരാൻ. ചില പറയത്തില്ലേ അവരുടെ തമ്മിലുള്ള ബന്ധം അനാരോഗ്യകരമായ ബന്ധമാണ്, അനാരോഗ്യകരമായ ബിസിനസ്സാണ്, അനാരോഗ്യകരമായ പഠനമാണ്. നിങ്ങളുടെ ജീവിതം മുഴുവൻ ആരോഗ്യകരമാക്കാൻ, അഥവാ മറ്റുള്ളവർക്കൂടെ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കാനാണ് കർത്താവായ യേശു ഈ ഭൂമിയിൽ വന്നത്. ആത്മീയരംഗത്ത്, ഭൗതികത്തിൽ, ആരോഗ്യത്തിൽ, എല്ലാ മേഖലകളിലും ഒരു കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹമാക്കാനാണ് കർത്താവ് വന്നത്. യേശു കർത്താവ് പത്രോസിൻ്റെ വള്ളത്തിൽ കയറി ജനങ്ങളെ ഉപദേശിക്കുന്നതായി ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മളിങ്ങനെ വായിക്കുന്നു, കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും പത്രോസിലൊന്നും കിട്ടിയില്ല, ശൂന്യമായ പടക്. ഇപ്പോൾ താൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിരിക്കുക. ദാറ്റ്സ് ആൻ അൺഹെൽത്തി സർക്കംസ്റ്റാൻസ് അല്ലേ. അത് താൻ അനാരോഗ്യത്തിലായിരിക്കുകയാണ്, തൻ്റെ ബിസിനസ്, തൻ്റെ ജോലി. എന്നാൽ യേശു ആ വള്ളത്തിൽ കയറി ജനത്തെ ഉപദേശിച്ചു. പത്രോസിനോട് പറഞ്ഞ് ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക, മീൻ പിടിക്കുക. കർത്താവിൻ്റെ വാക്ക് അവിടെ കൊടുക്കണം. ആ വാക്കിന് വലയിറക്കിയപ്പോൾ ആ വള്ളം നിറയുകയാണ്. വള്ളം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ തൻ്റെ ആവശ്യം നടന്നു. പിന്നെ നമ്മൾ വായിക്കുന്നു, ആ വള്ളം നിറഞ്ഞ് മുങ്ങാറായപ്പോൾ അടുത്ത പടകുകളെയും കൂടെ വിളിച്ച് അവയ്ക്കൂടെ പകർന്നു കൊടുക്കുക. നിങ്ങളെ, എന്നെ അനേകർക്കൊരു അനുഗ്രഹമാക്കാൻ
കർത്താവ് ആഗ്രഹിക്കുക. ആഗ്രഹമുണ്ടോ? അതിനാണ് യേശു വന്നത്. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ് ടു അതേഴ്സ്. കർത്താവായ യേശു തന്നെ ഞാൻ നല്ല ഇടയനാണ് എന്ന് പരിചയപ്പെടുത്തി. എന്തുകൊണ്ടാണ് യേശു നല്ല ഇടയനാണെന്ന് പരിചയപ്പെടുത്തിയത്? യഹൂദന്മാർ ക്രിസ്തുവിന് മുമ്പ് ദാവീദിൻ്റെ കാലം മുതൽ ദാവീദ് എഴുതിയൊരു സങ്കീർത്തനം അവരുടെ ഏറ്റവും പ്രിയതരമായ സങ്കീർത്തനമായി അവർ ചൊല്ലി പാടിക്കൊണ്ടിരുന്നതാണ്. ക്രൈസ്തവരും ഏറ്റവും അധികം കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ മുതൽ പഠിപ്പിക്കുന്നത് 23-ാം സങ്കീർത്തനമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ആ ഇടയനായ യഹോവ തന്നെയാണ് മനുഷ്യരൂപത്തിൽ ഇവിടെ ഇറങ്ങി വന്നത്. വിപ്ലവകരമായ ഒരു മനുഷ്യൻ്റെ വായിൽ നിന്ന് വന്നപ്പോൾ അവരത്ഭുതപ്പെട്ടു പോയി. യേശു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ നല്ല ഇടയൻ ഞാനാണ്. ഈ ഇടയൻ്റെ പുറകെ പോകുന്നവരെക്കുറിച്ച് എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു. അഥവാ യേശു കർത്താവാണ് എൻ്റെ ഇടയൻ, യേശു എൻ്റെ കർത്താവാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു പോയോ? മുട്ടുണ്ടാകയില്ല. അവൻ്റെ എല്ലാ ഏരിയയിലും അവനെ ബുദ്ധിമുട്ടിൽ നിന്ന് വിടുവിക്കുകയാണ്. തുടർന്ന് താഴോട്ട് വായിക്കുമ്പോൾ 23-ാം സങ്കീർത്തനം പറയുകയാണ്, കർത്താവ് ഇടയനായ ആട് പറയുകയാണ്, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. ഈ നിറവെന്ന് പറയുന്നത് എനിക്കുള്ളതാണ്, നിറഞ്ഞ അതെൻ്റെ ആവശ്യങ്ങൾക്ക്. കവിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭൗതിക നന്മകൾ, എനിക്ക് കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ, എനിക്ക് തന്ന ആത്മീയ നന്മകൾ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കുവാൻ എന്നെ കർത്താവ് പ്രാപ്തനാക്കുകയാണ്. കവിഞ്ഞ് ഒഴുകുന്ന അനുഗ്രഹം. യേശുക്രിസ്തു മറ്റൊരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ തരും. അമർത്തിയതും കുലുക്കിയതും എല്ലാം എനിക്ക് നിങ്ങൾക്കുമാണ്. നിറവ് എനിക്ക്, എന്നാൽ കവിച്ചിൽ മറ്റുള്ളവർക്ക്. ആഗ്രഹമുണ്ടോ? അങ്ങനെ കർത്താവ് ആക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് കൊരിന്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 2 കൊരിന്ത്യർ 9:8. അത് മലയാളത്തിലെ ഈ ബൈബിൾ സൊസൈറ്റി ട്രാൻസ്ലേഷനിൽ പഴയ രീതിയിലുള്ള ട്രാൻസ്ലേഷനാണ്. നിങ്ങൾ ഇംഗ്ലീഷും മറ്റ് മലയാള പരിഭാഷകൾ നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. 2 കൊരിന്ത്യർ 9:8. ഞാനത് പറയാം. നിങ്ങളുടെ എല്ലാ ഭൗതിക ആവശ്യങ്ങളും തൃപ്തിയായി നടന്ന ശേഷം എല്ലാ നല്ല കാര്യങ്ങൾക്കും കൊടുക്കുവാനും നിങ്ങളുടെ കയ്യിലുണ്ടാകട്ടെ. സോ കവിഞ്ഞ് ഒഴുകുന്ന നിലയിൽ, മറ്റുള്ളവരെ ബ്ലസ് ചെയ്യുന്ന നിലയിൽ നമ്മളെ ആക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ആത്മീയത്തിൽ നമ്മൾ നിറഞ്ഞ് കവിയണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്ന്, ആത്മീയ ഏറിയായി നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഞാൻ നിറയണം, ഞാൻ കവിയണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമുക്കൊരു വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. ശ്രദ്ധിക്കുക, ആത്മീയമായി ഞാനും നിങ്ങളും നിറഞ്ഞ് കവിയണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മളൊരാളുടെ അടുക്കൽ ദാഹിച്ചിട്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യും? ഒരു കുപ്പി വെള്ളം എടുത്ത് കൊടുക്കും, 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് 3 ഗ്ലാസ്. പക്ഷേ യേശുവിൻ്റെ അടുക്കൽ ഒരാൾ ദാഹിച്ച് എന്നാൽ ആത്മീയദാഹമായിക്കൊള്ളട്ടെ, യേശു പറയും, നിനക്ക് 1 ഗ്ലാസ് വെള്ളം തന്ന് ഞാൻ വിടുകയില്ല, നിൻ്റെ ദാഹം തീർക്കും. നീ ഇവിടെ എൻ്റെ അടുക്കൽ നിന്ന് പോകുമ്പോൾ നിന്നിൽ നിന്ന് നദികൾ ഒഴുകും. ഒരു കുപ്പി വെള്ളവും നദിയും തമ്മിലൊന്ന് ആലോചിച്ച് നോക്കി. ഇതാ യേശു. ഒരു മീൻ എങ്കിലും കിട്ടിയാൽ മതിയെന്നും കൊണ്ടാണ് പത്രോസ് വന്ന്. പക്ഷേ ഇത് ഒരു വള്ളമല്ല, അടുത്ത വള്ളങ്ങളിലൂടെ ഇടുന്ന ഒരു വ്യക്തി, അങ്ങനെ വാരി വിതറി കൊടുക്കുന്ന ഒരു വ്യക്തിയാകാനാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എനിക്കൊന്ന് പലപ്പോഴും വിശ്വാസികളുടെ ഹൃദയം അങ്ങ് ഇടുങ്ങുക. എനിക്ക് ഇത്രയൊക്കെ മതി, എന്നെ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രയൊക്കെ ശുശ്രൂഷ ചെയ്താൽ മതി, ഇത്രയൊക്കെ ഭൗതികം എന്നിൽ ആയാൽ മതി. നോ, ഒരിക്കലുമല്ല. നിങ്ങളെ നിറഞ്ഞ് കവിയുന്ന ഒരു വ്യക്തിയാക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. ദൈവവചനം പറയുകയാണ്, നിൻ്റെ വായ വിസ്താരത്തിൽ തുറക്കുക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാം. പഴയ നിയമകാലത്ത് ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ കടമായിരുന്നപ്പോൾ പ്രവാചകൻ്റെ നിർദ്ദേശപ്രകാരം ഈ നിൻ്റെ കയ്യിലുള്ള എണ്ണ ഓരോ പാത്രങ്ങളിൽ നിറയ്ക്കാൻ പറയുകയാണ് പ്രവാചകൻ.
ഒടുവിൽ പാത്രം തീർന്നപ്പോൾ നീ അയൽവക്കത്തിൽ നിന്നൊക്കെ പാത്രം കൊണ്ടുവന്ന് അതിനകത്ത് നിറയ്ക്കാൻ പറഞ്ഞു. നമ്മളിങ്ങനെ വായിക്കുന്നു, പാത്രം തീർന്നു, എണ്ണയും തീർന്നു. അപ്പോൾ നമ്മളാണ് പലപ്പോഴും ഇടുങ്ങിയത്. നമ്മൾ പരിമിതപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മുടെ വഴികൾ പരിമിതപ്പെടുന്നത്. എന്നാൽ കർത്താവിൻ്റെ പദ്ധതി നമ്മളെ വിശാലമാക്കാനാണ്. അതുപോലെ തന്നെ പൗലൂസ് തിമോഥെയോസിനോട് പറയുമ്പോൾ, തിമോഥെയോസെ, നിൻ്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമാകേണ്ടതിന് നിൻ്റെ ശുശ്രൂഷയിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ശുശ്രൂഷയിൽ താഴോട്ട് പോകുന്നതല്ല ദൈവഹിതം. അത് അഭിവൃദ്ധിപ്പെടണം. ഇന്നുള്ളതിനേക്കാൾ വലിയ ശുശ്രൂഷ നാളെ ചെയ്യണം. ഇന്ന് ലഭിച്ച വെളിപ്പാടിനേക്കാൾ വലിയ വെളിപ്പാട്, ഇന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ ആഴമായ പ്രാർത്ഥന, ഇന്ന് ദൈവവചനത്തിലുള്ള ആ വെളിപ്പാടിനേക്കാൾ കൂടുതൽ വെളിപ്പാട്, ഇപ്പോൾ സൗഖ്യമാകുന്ന നടക്കുന്ന രോഗസൗഖ്യങ്ങളെക്കാൾ വിശാലമായ രോഗസൗഖ്യങ്ങൾ, ഇപ്പോൾ പ്രവചിക്കുന്ന പ്രവചനത്തെക്കാൾ ഒന്നുകൂടെ മർമ്മങ്ങൾ വെളിപ്പെടുന്ന നിലയിലുള്ള പ്രവചനം, വിശാലമായ, കൂടുതൽ ആഴമേറിയ, കൂടുതൽ മഹത്വകരമായ ഒരു ശുശ്രൂഷയിലേക്ക് ഞാനും നിങ്ങളും പോകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് ദൈവഹിതം. എനിക്കിത്രയേ ഉള്ളൂ, എന്നെക്കൊണ്ട് ഇത്രയൊക്കെ സാധിക്കത്തുള്ളൂ ആരും കരുതരുത്. നമ്മൾ വായിക്കുന്നു അപ്പോസ്തല പ്രവൃത്തികൾ 13 വായിക്കുമ്പോൾ, പൗലോസ്ലീഹ അന്ന് താൻ അന്ത്യോക്യ സഭയിലെ ശുശ്രൂഷകരിൽ ഒരാളാണ്. മാത്രമല്ല, ശുശ്രൂഷകന്മാരുടെ ലിസ്റ്റിൽ ഏറ്റവും ഒടുവിലത്തെ പേരാണ്. ആദ്യത്തെ പേര് ബർന്നബാസിൻ്റെ, ഒടുവിലത്തെ പേര് ശൗലിൻ്റെയും. എന്നാൽ അവരൊന്നിച്ച് ഉപസിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് വേർതിരിപ്പിക്കും. അങ്ങനെ ബർന്നബാസും ശൗലിനെയും അവർ പ്രാർത്ഥിച്ചയച്ച് തുടർന്ന് നമ്മൾ കാണുന്നത് ഒരു വലിയ മിഷണറി വേലയ്ക്കായി അപ്പോസ്തോലിക ശുശ്രൂഷയിലേക്ക് അവർ പോകുകയാണ്. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവർ പ്രവാചകന്മാരായിരുന്നു, ഉപദേഷ്ടാക്കന്മാരായിരുന്നു. ടീച്ചിങ് മിനിസ്ട്രി ഉണ്ട്, അപ്പോൾ തന്നെ പ്രോഫറ്റിക് മിനിസ്ട്രി ഉണ്ട്. നല്ല ഒരു ടീച്ചിങ് മിനിസ്ട്രി ഉണ്ട്, നല്ല പ്രോഫസിയും പറയുന്നുണ്ട്. പോരെ? ഇല്ല, അവിടെ കൊണ്ട് നിന്നില്ല. പരിശുദ്ധാത്മാവ് അടുത്ത നിലയിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ ദൈവവേല വ്യാപിക്കുവാൻ പൗലൂസിൻ്റെ കൈയാൽ തുടർന്ന് നമ്മൾ കാണുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും അതിനു മുമ്പ് രേഖപ്പെടുത്തപ്പെട്ടതായി ഒരത്ഭുതവും പൗലൂസിൻ്റെ പേരിൽ കാണുന്നില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13 ശേഷം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷ, മുടന്തൻ ചാടി എഴുന്നേൽക്കുന്ന ശുശ്രൂഷ, വീര്യപ്രവൃത്തികൾ, എന്തെല്ലാം ജയിലിൽ തന്നെ കൊണ്ടിടുമ്പോൾ പാടി സ്തുതിക്കുമ്പോൾ ചങ്ങലകൾ പൊട്ടുന്നു, ബന്ധനങ്ങൾ അഴിയുന്നു, ദേശം മുഴുവൻ രൂപാന്തരപ്പെടുന്നു. തനിക്കെതിരെ വലിയ പ്രശ്നങ്ങളുണ്ടായ സ്ഥലത്ത് ആയിരക്കണക്കിന് പേർ യേശുവിലേക്ക് വരുന്നു. തന്നെ പാമ്പ് കടിക്കുമ്പോൾ കുടഞ്ഞു കളയുന്നു. ആ അപകടം അടുത്ത ഒരു ദ്വീപിലെ വലിയൊരു ക്രൂസൈഡായിട്ട് മാറുകയാണ്. തുടർന്ന് അവിടെയും സൗഖ്യങ്ങൾ നടക്കുന്നു. ഒടുവിൽ താൻ കൈസറിനെ, അന്നത്തെ ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ അധികാരിയായ റോമൻ കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന തൻ്റെ ശുശ്രൂഷ തുടരുന്ന നമ്മൾ കാണുന്നത്. വിശാലപ്പെട്ട് വിശാലതകളിലേക്ക് നയിക്കുന്ന ഒരു കർത്താവ്. സോ നമ്മളുടെ ശുശ്രൂഷയിൽ ഈ 3 അവസ്ഥയുമുണ്ട്. ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ രോഗം, സൗഖ്യം, ആരോഗ്യം. പ്രാർത്ഥനാ ജീവിതത്തിൽ കർത്താവിലേക്ക് വരുമ്പോൾ എന്തൊരു വലിയ പ്രാർത്ഥനാ ജീവിതമാണ്. മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരിക്കുന്നു, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നു. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത അവസ്ഥയാണോ? അത് വീണ്ടും രോഗാതുരമായിരിക്കുന്നു. എന്നാൽ നമ്മൾ മറ്റുള്ളവർക്കൂടെ അനുഗ്രഹമാകുന്ന നിലയിൽ നമ്മുടെ പ്രാർത്ഥന ശുശ്രൂഷയെ മാറ്റാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഇന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ പറ്റുന്ന ഒരാളായെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ സൗഖ്യമായിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കൂടെ നന്മകൾ ലഭിക്കാൻ തുടങ്ങിയെങ്കിൽ ഞാൻ കവിഞ്ഞൊഴുകി, ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ആരോഗ്യത്തിലേക്ക് എൻ്റെ പ്രാർത്ഥനാ ജീവിതം വന്നു. നമ്മൾ കൃപാവരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യം കർത്താവ് നൽകുന്ന കൃപയാണ് അന്യഭാഷകൾ. എന്നാൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 1 കൊരിന്ത്യർ 14 അധ്യായം വായിക്കുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയവർദ്ധന വരുത്തുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഒരു അന്യഭാഷ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ എനിക്കെല്ലാം ആയെന്നല്ല. യെസ്, ഇപ്പോൾ എനിക്ക് മാത്രം
നന്മ ചെയ്യാൻ കഴിയുന്നത്. ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് മാത്രം അനുഗ്രഹം. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു, സംസാരിക്കുന്നു, എൻ്റെ ഉള്ളിൽ വലിയ ഉത്സാഹം ഉണ്ടാകുന്നു, ബലം ഉണ്ടാകുന്നു. മറ്റാരും എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നില്ല. അതിൽ നിന്ന് മുമ്പോട്ട് പോകണം എന്ന് ദൈവവചനം പറയുന്നു. നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 14:2 മുതൽ കേൾക്കുക. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. നല്ല കാര്യമാണ്. പക്ഷെ അടുത്ത വാക്യം പറയുകയാണ്, പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. മറ്റുള്ളവർക്ക് ആത്മീക വർധനയും ആശ്വാസവും ബലവും കൊടുക്കുന്നു. അടുത്ത വാക്യം, അന്യഭാഷയിൽ സംസാരിക്കുന്നു തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. തുടർന്ന് പറയുകയാണ്, നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ അവനേക്കാൾ വലിയവൻ. ശ്രദ്ധിക്കുക, ഞാൻ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരണമെന്നാണ് എൻ്റെ ആത്മീയത കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന 1 കൊരിന്ത്യർ 14:12 വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്, ഔവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീക വർധനയ്ക്കായി സബലന്മാർ ആകുവാൻ ശ്രമിപ്പീൻ. മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ നിങ്ങൾ ശ്രമിപ്പീൻ. എനിക്ക് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യം വിടുതലാകണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ റെഡിയാകണം, എൻ്റെ ബന്ധനങ്ങൾ അഴിയണം, പിശാചിൻ്റെ പദ്ധതികളെ എനിക്ക് ജയിക്കണം, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കണം, എൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിരിക്കണം, എനിക്ക് സ്വർഗത്തിൽ പോകണം. ഓക്കെ, അത് വേണം. പക്ഷെ അവിടം കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ സൗഖ്യമായിട്ടേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയാത്തൊരു വ്യക്തി എന്തെല്ലാം ഈ ലോകത്തുണ്ടെങ്കിലും ആത്മീയമായി ആ വ്യക്തി രോഗത്തിലാണ്. റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ രോഗത്തിലാണ്. യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് വീണ്ടും ജനിക്കുകയും ദൈവവുമായിട്ട് ബന്ധത്തിലേക്ക് വരികയാണ്. അതാണ് സൗഖ്യം, ബീയിങ് ഹീൽഡ്. യേശുക്രിസ്തുവിന് ഒരൊറ്റ ശുശ്രൂഷയുള്ളൂ, അത് രോഗം സൗഖ്യമാക്കുക. ഈ രോഗവും സൗഖ്യമെന്ന് കേട്ടാൽ ഉടനെ ശാരീരിക രോഗം സൗഖ്യമാക്കും തോന്നും. അതെ, അതുകൊണ്ട് യേശു ഏറ്റവും കൂടുതൽ ചെയ്ത ശുശ്രൂഷ അതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ എല്ലാ ശുശ്രൂഷയും രോഗികളെ സൗഖ്യമാക്കല. പാപം മോചിക്കുന്നതും ഒരു രോഗസൗഖ്യം തന്നെയാണ്. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും അപ്പോൾ തന്നെ ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോഴും ഒരേ വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്, സോട്സോ. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിടത്തും രോഗസൗഖ്യമാകുന്നിടത്തവൻ്റെ രക്ഷ വന്നു എന്ന വാക്കാണ്. പാപമോചിച്ച് ആത്മരക്ഷയിലേക്ക് വരുന്നതിനും രക്ഷ, സോട്സോ എന്ന വാക്കാണ്. ഞാൻ ഉദാഹരണമായി വായിച്ച് കേൾപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തി 16:31, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആത്മരക്ഷയെക്കുറിച്ച് ആ വ്യക്തികൾ കർത്താവിലേക്ക് വന്ന് രക്ഷപ്പെടും എന്ന വാക്കാണ്. അതും സോട്സോ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തുടർന്ന് ലൂക്കോസ് 19:9, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. സൊറ്റീരിയ, രക്ഷ, സോസോ എന്ന പദത്തിൽ നിന്ന് ഉള്ളതാണ് രക്ഷ എന്ന വാക്ക്. ഇത് മൂന്നും ഒന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ എല്ലാ ശുശ്രൂഷയും ഒരു രോഗസൗഖ്യമാണ്, ഒരു രക്ഷയാണ്. ഒരു പാപി അവൻ ആത്മാവിൽ രോഗിയാണ്. യേശുവിനെ വിശ്വസിക്കുമ്പോൾ പാപരോഗം മാറി ദൈവമായിട്ട് ബന്ധപ്പെടുന്നു. ഹീ ഈസ് ബിക്കമിങ് ഹെൽത്തി, ഹാവിങ് എ ഹെൽത്തി റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അത് ഹീലിംഗ് ആണ്. യേശു ശരീരങ്ങളെ സൗഖ്യമാക്കി, അത് ഹീലിംഗ് ആണ്. യേശു ശൂന്യമായ പടകുകളെ നിറച്ചു, അത് ഹീലിംഗ് ആണ്. യേശു ശുശ്രൂഷയെ വർദ്ധിപ്പിക്കും, അത് ഹീലിംഗ് ആണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തകർച്ചയാണോ, അവിടെ ഒരു ഹീലിംഗ് കർത്താവ് തരും. ഇന്ന് ഹീലറായ കർത്താവിനെ പ്രസംഗിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. സോ മൈ ജീസസ് ഈസ് എ ഹീലർ ബൈ ഹിസ് പ്രൊഫഷൻ. താൻ സൗഖ്യമാക്കുന്നവൻ. ഏതേറിയാലേ ഇന്ന് സൗഖ്യം വേണ്ടത്? വീടിനാണോ, ശരീരത്തിനാണോ, ആത്മാവിലാണോ, ശുശ്രൂഷയ്ക്കാണോ? കർത്താവ് തരാൻ പോവുക. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. എന്നീ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ വ്യക്തികളുടെ അടുക്കൽ സൗഖ്യദായകനായി കർത്താവ് ഈ ലോകത്തിലെ സകല വൈദ്യന്മാർക്കും വൈദ്യനായ കർത്താവിൻ്റെ അത്ഭുതകരം ഇപ്പോൾ തന്നെ വ്യാപരിക്കണമേ. കർത്താവ് ഏത് ഏരിയയിലാണോ ഹീലിംഗ് വേണ്ടത്, ശാരീരിക രോഗങ്ങളിൽ, അതുപോലെ വൈകാരികമായി ഇമോഷണൽ പ്രോബ്ലംസ്, എന്തൊക്കെയാണോ സൗഖ്യം വേണ്ടത്, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യദായകനായ കർത്താവിൻ്റെ കരം ഈ മക്കളുടെ മേൽ വരുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു കണ്ണ് മാത്രം ചുമന്ന് തള്ളിയിരിക്കുന്ന പോലെ ഒരു രോഗം ഇപ്പോൾ തന്നെ സൗഖ്യമാകുന്നു.
വർഷങ്ങളായ തലവേദനകൾ സൗഖ്യമാകുന്നു, ക്യാൻസർ സൗഖ്യമാകുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉപേക്ഷിക്കാൻ കഴിയാത്ത മദ്യപാനം, പുകവലി, അതൊരു ബന്ധനമാണ്, രോഗമാണ്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു കർത്താവേ. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് യഥാർത്ഥ സൗഖ്യം, ഞങ്ങളുടെ ആത്മാവിൻ്റെ സൗഖ്യമായ രക്ഷയാണ്, പാപമോചനമാണ്. ഇന്നത് കേൾക്കുന്ന മക്കൾക്കത് കൊടുക്കണമേ. സർവ്വ നന്മകളാലും നിറയ്ക്കണം. പ്രാർത്ഥന ഘടനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശു പറഞ്ഞു, ബി ഹോൾ, ആരോഗ്യവാനാകുക. നിങ്ങളുടെ എല്ലാ ഏരിയയിലും നിറഞ്ഞ് കവിയുന്ന, മറ്റുള്ളവർ കൂടെ അനുഗ്രഹമാകുന്ന, മറ്റാർക്കും ഭാരമാകാത്ത നിലയിൽ ആത്മീയത്തിൽ, ഭൗതികത്തിൽ, എല്ലാ ഏരിയയിലും നിങ്ങളായിത്തീരട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.